റിയാലിറ്റി ഷോ താരങ്ങളാണ് ചിന്നുവും പൊന്നുവും. ഭാഗ്യലക്ഷ്മി, ധനലക്ഷ്മി എന്നിവരാണ് ഇവരുടെ ശരിക്കുള്ള പേരുകൾ. എങ്കിലും ചിന്നുവും പൊന്നുവുമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഇവർ. അടുത്തിടെ ഒരു കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നവ്യ നായരെയും മുകേഷിനെ പോലും ഇവർ രണ്ടുപേരും ഞെട്ടിച്ചു. ഇവരുടെ ബന്ധുക്കൾക്ക് പോലും ചിന്നുവിനെയും പൊന്നുവിനെയും വേർതിരിച്ചറിയാൻ പാടാണ്. അവരുടെ പുത്തൻ സന്തോഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി ഇവർ പങ്കുവയ്ക്കാറുണ്ട്. ഇതെല്ലാം വൈറലായി മാറാറുമുണ്ട്. ഒരേ വീട്ടിലേക്കാണ് ഇവർ വിവാഹം കഴിച്ച് ചെന്നത്. ആറന്മുള സ്വദേശികളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുമായ സന്ദീപും സനൂപുമാണ് ചിന്നുവിനെയും പൊന്നുവിനെയും സ്വന്തമാക്കിയത്. ചിന്നുവിനെയും പൊന്നുവിനെയും പോലെ തന്നെ ഇവരെയും തിരിച്ചറിയാൻ വലിയ പാടാണ്. ഇരുവരും കാഴ്ചയിൽ ഒരേപോലെയാണ് തോന്നിക്കുക. ചിന്നുവും പൊന്നുവും വിവാഹിതരാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ആകെ ആവേശമായിരുന്നു. ഇനി ഇനി 4 പേരെ കാണാലോ ഡാൻസിൽ എന്നാണ് എല്ലാവരും പറഞ്ഞത്. കുറച്ചു കാലം മുൻപ് ചിന്നുവും പൊന്നും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോകാനാണ് താല്പര്യമെന്നാണ് അറിയിച്ചത്. ഞങ്ങൾക്ക് ഒരേ വീട്ടിലേക്ക് പോകണം, അതുകൊണ്ട് തന്നെ ട്വിൻസിനെയാകും വിവാഹം കഴിക്കുക എന്നാണ് അന്ന് ഇവർ പറഞ്ഞത്. കൊല്ലം സ്വദേശികളായ ചിന്നുവും പൊന്നുവും പരസ്പരം ലച്ചു എന്നാണ് വിളിക്കുന്നത്. BA ഭരതനാട്യം വിദ്യാർത്ഥിനികളായ ഇരുവരും മിനി സ്ക്രീനിലെ ഒട്ടുമിക്ക റിയാലിറ്റി ഷോകളുടെ ഭാഗമായിട്ടുണ്ട്. തമ്മിൽ പരസ്പരം ഇതുവരെയും അടി കൂടിയിട്ടില്ല എന്നതാണ് ഇവരുടെ വലിയൊരു പ്രത്യേകത. ഗിന്നസ് റെക്കോർഡ് വരെ സ്വന്തമാക്കിയ ഇവർ ഡ്രസ്സിലും രൂപത്തിലും മാത്രമല്ല പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നത് വരെ ഒരേപോലെയായിരിക്കും. അങ്ങനെയുള്ള ഇരുവരുടെയും ജീവിതത്തിലേക്ക് അതേപോലെയുള്ള രണ്ടുപേർ വന്നതിന്റെ ആശംസകൾ നേരുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഇത്രയുമായിട്ടും ഇരുവരെയും പിന്നീട് ഒരു വലിയ സ്റ്റേജ് പെർഫോമൻസിലും കണ്ടില്ലല്ലോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് എന്തു പറ്റി? വിവാഹത്തോടെ ഡാൻസ് ഒക്കെ നിർത്തിയോ? നൃത്തത്തോട് വിട പറഞ്ഞോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ ഒരു വൈറലായ സംഭവം എന്ന് പറഞ്ഞാൽ ജോഷാണ്. വളർന്നു വരുന്ന പ്രതിഭകൾക്ക് തങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്താനും അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതിൽ മുന്നിലാണ് ഷോർട്ട് വീഡിയോ ആപ്പായ ജോഷ്. തീർത്തും വ്യത്യസ്തമായ അഭിരുചികൾ ഉള്ളവരാണ് ജോഷിലെ കണ്ടന്റ് ക്രിയേറ്റർമാർ. ടെലിവിഷൻ മേഖലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പൊന്നുവും ചിന്നുവും. ആരാധകരുടെ പ്രിയപ്പെട്ടവരാണ് ഈ ഇരട്ടകൾ. ഇവർക്ക് സോഷ്യൽ മീഡിയയിലും ഒരുപാട് ഫാൻസുകാരുണ്ട് എന്നതാണ് സത്യം. വിവാഹശേഷമുള്ള ഇവരുടെ ഓരോ വീഡിയോകളും ശരിക്കും പറഞ്ഞാൽ വൈറലായിരുന്നു. വിവാഹത്തിന് താലി കെട്ടുന്നതും വീട്ടിലെത്തി അമ്മയ്ക്ക് വളയിടുന്നതും തുടങ്ങി അങ്ങനെ ഇവരുടെ ഓരോ കാര്യങ്ങളും. പിന്നീട് ഭർത്താക്കന്മാർക്കൊപ്പമുള്ള ചെറിയ വീഡിയോകളൊക്കെ ഇവർ പങ്കുവെക്കാറുണ്ടെങ്കിലും ഇവരുടെ ആ പഴയ മാസ് പെർഫോമൻസ് പിന്നെ കാണാൻ പറ്റിയില്ല. എന്ത് പറ്റി? വിവാഹത്തോടെ ഈ ഡാൻസ് പെർഫോമൻസുകളോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത്. ഇവരൊന്നിച്ചുള്ള ഇരട്ട പെർഫോമൻസ് കാണാൻ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ് എന്നും ആരാധകർ പറയുന്നുണ്ട്. എന്തായാലും നവ്യ നായരെ വരെ ഞെട്ടിച്ച ഈ നർത്തകിമാരുടെ ഒരു പെർഫോമൻസ് എങ്കിലും ഇനിയും കാണണം എന്ന ആവേശത്തിലാണ് ആരാധകർ. ഞാൻ പറയട്ടെ, എപ്പോഴെങ്കിലൊക്കെ ഈ മറ്റേ അരക്കൊല്ല പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കൂടുതൽ എന്റെ ദൈവമേ അതെങ്ങനെ സാധിക്കുന്നത്? പഠിക്കുന്നത് ഇവളെ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവള് പഠിക്കുമ്പോ ഞാൻ പഠിക്കുമല്ലോ. എന്നാലും സെയിം മാർക്സ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അത്ഭുതമല്ലേ? അത്ഭുതമല്ലേ? ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് നല്ല മാർക്ക് സെയിം കിട്ടിയാലേ അത് കുട്ടികൾ നമ്മൾ ഓളാട്ടോ മിടിക്കളാ. തീർന്ന ഇനി എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ക്യൂരിയസ് ആയിട്ടുള്ള വേറെ സാധനങ്ങളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇവനുള്ള ഡ്രസ്സ് ഒരുപോലെ ഇടുന്നു, മാർക്ക് ഒരുപോലെ കിട്ടുന്നു, വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഈ പറഞ്ഞ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് നിങ്ങൾ ഇനി കയറി ചെല്ലണം, അതല്ലാതെ വേറെ എന്തെങ്കിലും ക്യൂരിയസ് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടോ നിങ്ങളെ പറ്റി? വേറെയോ? അടികൂടത്തില്ലല്ലോ. ഇവിടെ ഒരാൾക്ക് മുഖക്കുരു വന്ന അപ്പൊ തന്നെ അവിടെയും ഒരാൾക്ക് മുഖക്കുരു വരും, അങ്ങനെ ഉണ്ടോ? ഇല്ല ഇല്ല, അതൊരു വേണ്ടാത്തൊരു ചോദ്യം. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ രണ്ടുപേരും ഇപ്പൊ പറഞ്ഞ കലാകാരികളാണല്ലോ. ഇപ്പൊ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി ഉണ്ട്. സിനിമയിൽ കയറണം എന്ന് രണ്ടുപേരിലും ഒരാൾക്ക് ഭയങ്കരമായിട്ട് ബോധമില്ലേ? രണ്ടുപേർക്കും ഉണ്ടോ? ഇനി അതും കോറസ് കണ്ട ഒരുപോലെ തന്നെ അതും സംഭവിക്കുന്നു. രണ്ടും ഒരുപോലെ ഒരുമിച്ചാ പറഞ്ഞത് രണ്ടുപേരും. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലേ? ഒരുപോലെ ഞങ്ങളങ്ങ് പറഞ്ഞു പോവല്ലേ. ഞങ്ങൾക്ക് കൊറിയോഗ്രാഫേഴ്സ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ശരിക്കും ഞാനൊരു ഷോർട്ട് ഫിലിമിൽ ഇപ്പൊ കൊറിയോഗ്രാഫി ചെയ്തിട്ട് അവാർഡ് കിട്ടിയായിരുന്നു.
കൊറിയോഗ്രാഫേഴ്സിനുള്ള ബെസ്റ്റ് കൊറിയോഗ്രാഫേഴ്സ്. ഇതെല്ലാം ഞാൻ കുറച്ച് നേരത്തെ വെച്ച് ഇതുപോലെ ക്യൂരിയസ് ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ മിണ്ടിയില്ലല്ലോ. ഇതൊക്കെ വിടുവോ? ഇതൊക്കെ വിടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവാർഡ് കിട്ടിയിട്ടുണ്ട്. 19 വയസ്സേ ആയിട്ടുള്ളൂ, അതിന് മുന്നേ അവാർഡും കിട്ടി അല്ലേ? പിന്നെ അത്രേ ഉള്ള. ഇനി എന്തെങ്കിലും ക്യൂരിയസ് ആയിട്ടുള്ള സാധനം സത്യം പറയുന്നത് മറന്നു പോയത് എന്തെങ്കിലും എടുത്തിട്ടാനുണ്ടോ? ഓർക്കുമ്പോ പറയാം. എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോയാലോ. ആരണയാൾ എന്നുള്ളതാണ് സെഗ്മെന്റിന്റെ പേര്. എന്താണ് ആരണയാൾ? അയാൾ. നിങ്ങൾ എന്തായാലും ആരാണ് അയാൾ എന്ന് പറഞ്ഞുതരാൻ പോകുന്നില്ല. നിങ്ങൾ ഭാഗ്യം ആരാണ് ധനം ആരാണെന്ന് എന്തായാലും പറഞ്ഞുതരാൻ പോകുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ചൂണ്ടിക്കാണിക്കണ്ട, പേര് കാണിച്ചാൽ മതി. പേരോ? പേര്. പേരൊക്കെ മനസ്സിലായില്ലേ? നിങ്ങൾ ആരാണെന്ന് പറയണ്ട, ആൾ ആരാ ആരാന്ന് പറയണ്ട, പേര് പറഞ്ഞാൽ മതി. നമുക്ക് എന്താണ് തോന്നുന്നത് അത് ബുക്കാ. അതിപ്പോ ഞാനാണോ നീയാണോ എന്ന് അവർക്കറിയില്ല. ഒരു കാര്യം ഇവിടെ വന്നിരിക്കും. അയ്യോ ഞങ്ങൾക്ക് അങ്ങനെയാ, ഞങ്ങൾ ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റേ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ, പ്രോപ്പർട്ടീസ് പോരട്ടെ. അപ്പൊ ഭാഗ്യം ധനം എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഭാഗ്യധനാന്ന് ഒറ്റ പേരിലായിട്ട് ഞങ്ങൾ വിളിക്കുന്നവരങ്ങനെ, ഞങ്ങള് പിരിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. ഞാനായിട്ട് നിങ്ങളെ പിരിക്കുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. ആ സ്റ്റേറ്റ്മെന്റ്സ് ഭാഗ്യത്തിനാണോ കൂടുതൽ കണക്ട് ആവുക അല്ലെങ്കിൽ ധനത്തിനാണോ സ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ മതി. ഭാഗ്യം ധനം, ഭാഗ്യം ധനം ഇങ്ങനെ കാണിച്ചാൽ മതി. സെറ്റല്ലേ? നിങ്ങൾക്ക് പോവാം. സ്ലേറ്റ് പിടിച്ചോ. ഈ പെൻസിലും പിടിച്ചോ. സ്ലേറ്റ് പെൻസിൽ എന്തിനാ? പെൻസിൽ ആവശ്യമില്ല, സ്ലേറ്റ് മാത്രം പിടിച്ചാൽ മതി കേട്ടോ. നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ? ബുദ്ധിയുണ്ട്, നല്ല പിള്ളേരാ, ബുദ്ധിയുള്ള പിള്ളേരാ. നിങ്ങൾക്ക് പോവാല്ലോ എന്നാ. ഈ ചേട്ടന് ഇത് എന്തെങ്കിലും പോവാം. സെറ്റ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പൊക്കി കാണിച്ചാൽ മതി. സ്ലേറ്റ് പൊക്കി കാണിച്ചാൽ മതി. പിന്നെ എന്തിനാ ചിരിച്ചതാ? ഓക്കെ, അപ്പൊ പൊക്കി കാണിച്ചാൽ സ്ലേറ്റ് പൊക്കി കാണിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ രണ്ടുപേരിലും ആരാണ്? ഇത് കൊള്ളാം. ഒരു ചിരിച്ചിരിക്കാതെ കെവിനും പറയുന്ന പോലെ ഉണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞത്. എന്താ പറഞ്ഞ കെവിൻ? എന്താ പറഞ്ഞ? മറ്റേ ഷൈൻ ചേട്ടനെ ട്രോളിക്കൊണ്ട് അവരൊരു സ്കിറ്റ് ചെയ്തതാണ്. അതിനകത്തൊരു ഡയലോഗ് പറയുന്നത്. എന്തല്ലേ, അതൊക്കെ പോയാലോ. ധനത്തിലും അല്ലെങ്കിൽ ഭാഗ്യത്തിലും ഏറ്റവും കൂടുതൽ മടിയുള്ള, ഇച്ചിരി മടിച്ചായ ആള് ഇദ്ദേഹമാണ്. ധനലക്ഷ്മിയാണോ? ആരാണെന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലായി കാണും അല്ലേ? സത്യം പറയട്ടെ, ഞാൻ കണ്ടുപിടിച്ചു ധനലക്ഷ്മി ആരാണെന്ന്. ചേട്ടൻ പറ. ഞാൻ പക്ഷെ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം. പിന്നെ ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ എനിക്ക് ആരാണെന്ന് മനസ്സിലായി, ധനലക്ഷ്മി ആരാണെന്ന് എനിക്ക് സൈക്കോളജിക്കലി എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചിരുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, ധനലക്ഷ്മി ഇദ്ദേഹവും ഭാഗ്യലക്ഷ്മി ഇദ്ദേഹവുമാണ്. അതെ, നോക്കിയോ, അങ്ങനെ തന്നെയാ. ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. അത് സെറ്റാ. അപ്പൊ ധനലക്ഷ്മി ഇതും ഭാഗ്യലക്ഷ്മി അതുമാ. അടുത്തത് പെർഫെക്ഷന്റെ ആള് ഞങ്ങൾക്കിടയില്. അതായത് ചെയ്ത് പിന്നെയും പെർഫെക്ഷൻ ആവാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്ത്, അതും ഭാഗ്യമാണോ? അതെന്താ ഭാഗ്യം? നമുക്ക് ഇത്ര പെർഫെക്ഷന്റെ ആളായി മാറിയതിനുള്ള പിന്നുള്ള കാര്യം എന്താ? ധനം പറയും. എല്ലാത്തിലും ഇച്ചിരി പെർഫെക്ഷൻ കൂടുതല. നമ്മളിപ്പോ ഡാൻസിന്റെ ധനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് മടിയാവും. എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞിട്ട് പോയി ഇരുന്നാ മതി എന്നായിരിക്കും. പക്ഷെ ഭാഗ്യത്തിന് അതല്ല. ഭാഗ്യത്തിന് സമയം എടുത്താലും അത് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. ഓക്കെ, എന്റെ ഭാഗ്യം. ഭാഗ്യം പറ, സെറ്റാണോ? അടുത്തത് ഒരു വിട്ടുതീരത്തെ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഞങ്ങളെ അറിയാൻ വേണ്ടിയാണോ? ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ L1 L2 ഇട്ടാ മതി. സെറ്റായില്ല, എന്റെ ഗസ് കറക്റ്റ് ആയിരുന്നില്ലേ? ആണ്. ഇത് ഭാഗ്യം, ഇത് ധനം അല്ലേ? ഓക്കെ, ഇനി ഞങ്ങൾക്കിടയിൽ കൊറിയോഗ്രാഫർ പ്രഭുദേവ ഇദ്ദേഹമാണ്. അതായത് കൊറിയോഗ്രാഫി ചെയ്യുന്ന ആള്. ശരിയാണ്, അത് ഇങ്ങനെ തന്നെയാ. ഭാഗ്യമാണോ? ഓ, താനാണോ കൊറിയോഗ്രാഫർ? കൊറിയോഗ്രാഫർ ചെയ്യുന്ന ആള് ഭാഗ്യമാണോ? കൊറിയോഗ്രാഫി ചെയ്യുന്ന പറഞ്ഞാൽ ഓരോന്നുണ്ടാ ഈ പറഞ്ഞ മടീനെ ബേസ് ചെയ്തിട്ടിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊറിയോഗ്രാഫി ചെയ്യും. അന്നത്തെ ആ പെർഫോമൻസ് കൊറിയോഗ്രാഫി ചെയ്തത് നിങ്ങളല്ലേ? അതില് പകുതി ഞാനും പകുതി ഇവളുമാണ് അങ്ങനെ ചെയ്തത്. ഓ,
ഓ അവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രം നമുക്ക് ഒരു സ്റ്റെപ്പ് കിട്ടിയില്ല, നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കുമ്പോ മറ്റേ ആളിടും. സിംഗ് കണ്ടോ രണ്ടുപേരും പറയുന്നില്ല അങ്ങനെ അങ്ങനെ ഓ അല്ല നിന്ന ആള് തന്നെ അത് തീർക്കണം എന്ന് ഞങ്ങൾ ഇങ്ങനെ അയ്യോ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുമില്ല. ഓ പുറത്ത് പോയിട്ട് നിങ്ങൾ പെർഫോമൻസ് ഒക്കെ ഉത്സവത്തിനൊക്കെ പെർഫോമൻസ് നിങ്ങളുടെ മാത്രം അപ്പോഴൊക്കെ ഈ ഐഡന്റിക്കൽ പെർഫോമൻസ് ആണ് കൂടുതൽ ചെയ്യുന്നത്? ഓ ഓക്കെ. ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കത്തില്ലേ എന്നാലും എങ്ങനെ ഇത് കളിക്കുന്ന ഒറ്റയ്ക്ക് ഒരുമിച്ച് ഇങ്ങനെ അങ്ങനെ അതിപ്പോ ഇതേപോലൊക്കെ തന്നെ